സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ട്രെൻഡ് സാധാരണ മമ്മൂക്കയുടേതാണ്. ടെർബോ ജോസ് കൂടി വന്നതോടെ കത്തി പടരുകയായിരുന്നു സോഷ്യൽ മീഡിയ. എന്നാൽ ഇപ്പോൾ ടെർബോ ജോസിനെ വരെ താഴെ ഇറക്കിയ മറ്റൊരു ജോസാണ് ട്രെൻഡിങ്ങിലുള്ളത്, ദുബായ് ജോസ്. കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടിച്ചു കയറി വരികയാണ് റിയാസ് ഖാന്റെ സ്വന്തം ദുബായ് ജോസ്. ദുബായ് ജോസ് അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ, നമുക്കൊന്ന് അടിച്ച് കേറാം. എല്ലാരും അടിച്ചു കയറി വാ, അടിച്ച് കയറി വരട്ടെ. സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോ ജോസിന്റെ പുറകെയാണ്, ടെർബോ ജോസിന്റെ അല്ല ദുബായ് ജോസിന്റെ പുറകെ. ശരിക്കും പറഞ്ഞാൽ ടെർബോ ജോസ് വരെ ദുബായ് ജോസിന്റെ പിടിയിലാണ് എന്ന് പറയാം. കാരണം ടെർബോ സിനിമ 2ാം ആഴ്ചയിലേക്ക് കടന്ന പോസ്റ്ററിൽ പോലും ദുബായ് ജോസിന്റെ മാസ് ഡയലോഗായ അടിച്ചു കയറിവ ആണുള്ളത്. അത്രയ്ക്ക് സോഷ്യൽ മീഡിയ പിടിച്ചടക്കി ഭരിക്കുന്ന ദുബായ് ജോസിനെ മലയാളികളാരും പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയിലെ ഈ വില്ലൻ കഥാപാത്രത്തെ ഇന്ന് ഇത്ര ആഘോഷമാക്കില്ല. കറക്റ്റ് പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുന്നേ എം സിന്ധുരാജിന്റെ തിരക്കഥയിൽ സിബി മലയിലിന്റെ സംവിധാനത്തിലെത്തിയ ജലോത്സവം സിനിമയിലെ കഥാപാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോ ദുബായ് ജോസ്. സിനിമയിലെ ഈ പ്രധാന വില്ലൻ വേഷം ചെയ്തത് റിയാസ് ഖാൻ ആണ്. വില്ലനിസവും അല്പം രസികനുമായ ഈ ദുബായ് ജോസിനെയാണ് മീഡിയ ഇപ്പോൾ ആഘോഷിക്കുന്നത്. ചിത്രത്തിലെ ജോസിന്റെ മാസ്റ്റർ പീസ് ഡയലോഗായിരുന്നു അടിച്ചു കയറി വയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൻ ട്രെൻഡിംഗ് ആണ് ഈ ഡയലോഗ്. എന്തിന് മമ്മൂക്കയുടെ ടെർബോ ജോസ് പോലും ഈ ഡയലോഗ് കടമെടുത്തു. ഇപ്പൊ എവിടെ നോക്കിയാലും ദുബായ് ജോസിന്റെ റീലുകളും മീമുകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്തെന്നാൽ ഈ ട്രോളുകൾക്കെല്ലാം കട്ട സപ്പോർട്ടുമായി നമ്മുടെ റിയാസ് ഖാനും രംഗത്തുണ്ട്. കുറച്ചു മുന്നേ വരെ കൊച്ചി രാജാവിലെ റിയാസ് ഖാന്റെ തന്നെ ഡയലോഗായ തെറ്റെന്റെ ഭാഗത്താണ് സൂര്യ എന്ന ഡയലോഗായിരുന്നു ട്രെൻഡിങ്. അതിന് പിന്നാലെയാണ് ദുബായ് ജോസിന്റെ വരവ്. തെറ്റെന്റെ ഭാഗത്താ. ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ദുബായ് ജോസിനെ മതി എന്ന മട്ടാണ്. തെറ്റ് പറയാൻ പറ്റില്ല, സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ. പക്ഷെ എന്താണ് റിയാസ് ഖാന്റെ ഈ ജോസ് ഇപ്പൊ ട്രെൻഡിങ് ആവാൻ കാരണമെന്നും പലരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നുമില്ലെങ്കിലും പലപ്പോഴും പഴയകാല സിനിമകളിലെ പലതും ഇപ്പൊ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വരുന്നത് പതിവാണ്. കൂടാതെ ടെർബോ ജോസ് വന്നപ്പോൾ മലയാള സിനിമയിൽ മുൻപ് വന്നിട്ടുള്ള ജോസുമാർ ആരെങ്കിലും ഉണ്ടോ എന്ന കമന്റ് വിദഗ്ധരുടെ അന്വേഷണവുമായിരിക്കാം ദുബായ് ജോസിലേക്ക് എത്തിയത് എന്നും പലരും പറയുന്നുണ്ട്. 2004 ജലോത്സവം റിലീസ് ചെയ്തത്. കുഞ്ചാക്കോ ബോബനായിരുന്നു നായകൻ. അന്ന് റിയാസ് ഖാന് ലഭിച്ച മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു ഈ ദുബായ് ജോസ്. പക്ഷെ അന്ന് കിട്ടാത്ത സ്വീകരണമാണ് ദുബായ് ജോസിന് ഇന്ന് സോഷ്യൽ മീഡിയ നൽകുന്നത്. ആവേശമിറങ്ങിയപ്പോൾ രംഗണ്ണന്റെ എടാ മോനെ കത്തിക്കയറിയ പോലെ ദുബായ് ജോസ് അടിച്ചു കയറി വരികയാണ് ഇപ്പോൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.